കോട്ടയം ജില്ലയിൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. പാലയും പൂഞ്ഞാറും അടക്കമുള്ള മണ്ഡലങ്ങൾ തങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം കോട്ടയത്തുണ്ടോ? പ്രത്യേകിച്ച് കേരള കോൺഗ്രസിന് തന്നെ വലിയ സ്വാധീനമുള്ള ഒരു മണ്ണാണ് കോട്ടയം. എന്തുകൊണ്ട് BJPക്ക് ഇത്രയും വലിയ പ്രതീക്ഷകൾ വരുന്നു? അവിടെ നിർണായകമാകുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നിർത്തുന്ന സ്ഥാനാർത്ഥികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് UDFുമായിട്ട് വളരെ വലിയ ഫൈറ്റ് വരികയാണ്. LDFിൽ നിന്നുകൊണ്ട് മാണി ഗ്രൂപ്പ് വലിയൊരു ഫൈറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഷോൺ ജോർജ് പറഞ്ഞ അത്രയും ഇല്ലെങ്കിലും ഏതാണ്ട് 2-3 മണ്ഡലങ്ങളിൽ വളരെ ശക്തമായ മുന്നേറ്റം നടത്താൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അവിടുത്തെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അന്നത്തെ ആ വോട്ടിങ്ങിനെല്ലാം നമുക്ക് ഒരിക്കലും കണക്കാക്കില്ല. കാരണം അത് തോൽക്കുന്ന സ്ഥാനാർത്ഥികളാണെന്ന് അറിഞ്ഞുകൊണ്ട് കൊടുത്ത വോട്ടുകളാണ് പലതും. അതിൽ പോലും പൂഞ്ഞാറിൽ 23,190 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ 25,654. അപ്പോൾ കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് 26,000 വോട്ടിനടുപ്പിച്ച് കാഞ്ഞിരപ്പള്ളിയിൽ പിടിച്ചിട്ടുണ്ട്. പാലായാലും അതുപോലെ തന്നെ ഒരു 20,000-ന് മേൽ വോട്ട് നേടിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരി 19,000-ന് മേൽ, ഏറ്റുമാനൂർ 19,000-ന് മേൽ, കടത്തുരുത്തി 18,000-ന് മേലെ കിട്ടിയിട്ടുണ്ട്. കടത്തുരുത്തിയിലാണ് മിക്കവാറും നമ്മുടെ CPMൻ്റെ വക്താവായിരുന്ന റെജി ലൂക്കോസ് മത്സരിക്കാൻ സാധ്യതയെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു നല്ല ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ 2-3 സ്ഥലത്ത് നിർത്തുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് വളരെ സമ്മതനായ ചിലപ്പോൾ സഭയ്ക്കും കൂടെയൊക്കെ താല്പര്യമുള്ള ചിലരെ കിട്ടുകയാണെങ്കിൽ ഒരു അട്ടിമറി 2-3 സീറ്റിലെങ്കിലും വരുത്താൻ സാധിക്കും. അത് ഈ 23,000 സഭകളെല്ലാം ഈ അധികാരത്തോടല്ലേ താല്പര്യം. അപ്പോൾ BJPയെ ഒരു MLA ആയി ഇരിക്കാൻ മാത്രം അവർ വിജയിപ്പിച്ചു വിടുമോ? അല്ല, അധികാരത്തോടെ താല്പര്യം BJPയുടെ ആള് വിജയിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞത് ലോക്കലി ഇപ്പം സഭ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സഭയായിട്ട് അല്ലെങ്കിൽ ബിഷപ്പായിട്ട് പിന്തുണയൊന്നും കൊടുത്തെന്ന് വരില്ല. പക്ഷേ സഭയിലെ ജനങ്ങളുമായി ബന്ധമുള്ള ചിലരുണ്ട്. പ്രത്യേകിച്ച് സഭാ കമ്മിറ്റികളിലൊക്കെ വളരെ നാൾ പ്രവർത്തിച്ചവർ, അവരുമായിട്ടൊക്കെ വളരെ ബന്ധമുള്ള ചില ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളിയിലും മറ്റ് പൂഞ്ഞാർ പോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ കടത്തുരുത്തിയായാലും അപ്പോൾ അവിടെ അവർക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പൂഞ്ഞാർ PC ജോർജ് മത്സരിക്കും, പാലയിൽ ഷോൺ ജോർജ് മത്സരിക്കുമെന്നാണ് വിവരങ്ങൾ വരുന്നത്. ഈ 2 പേർക്കും MLA ആകാൻ കഴിയുമോ? ഈ 2 പേരാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഈ 2 പേരിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ 1-2 പേരെ അവരുദ്ദേശിക്കുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് വലിയ പിന്തുണയുള്ളവർ. ഞാൻ പറഞ്ഞില്ലേ, മുമ്പ് സഭയിലൊക്കെ പ്രവർത്തിച്ച് സഭയുടെ സെക്രട്ടറി ആയിരുന്നു, അവിടുത്തെ കമ്മിറ്റിയുടെ പള്ളി കമ്മിറ്റികളുടെ സെക്രട്ടറി ആയിരുന്നു ഒക്കെയുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള ചിലരുണ്ട്. അപ്പോൾ അവരിൽ ചിലരൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ കൂടെ വോട്ട് മറിയാൻ സാധ്യതയുണ്ട്. വ്യക്തിത്വമുള്ള സ്ഥാനാർത്ഥികൾ വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 20,000 വോട്ടും കൂടെ മറിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെ ത്രികോണ മത്സരം ശക്തമാകുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ആൾക്കാർ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, LDFിൻ്റെ സ്ഥാനാർത്ഥികൾ, UDFിൻ്റെ സ്ഥാനാർത്ഥികൾ, ഇതൊക്കെ നിശ്ചയിച്ച് വേണം അത് പൂർണ്ണമായിട്ടും പറയാൻ. പക്ഷേ 2 മണ്ഡലങ്ങളിൽ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, ഇനി യാതൊരു സംശയമില്ല. അദ്ദേഹം സ്വതന്ത്രനായിട്ട് നിന്ന് വിജയിച്ചിട്ടുണ്ട് PC ജോർജിന്. അങ്ങനെ ആ ഒരു വോട്ട് ബാങ്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ? അല്ല, അത് സ്വതന്ത്രനായിട്ട് നിന്നെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയ വോട്ടുകൾ നമുക്കറിയാം. അന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിംസിൻ്റെ വോട്ട് കൂടെ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. ആ വോട്ടുകൾ എൻ ബ്ലോക്കായിട്ട് അദ്ദേഹത്തിന് കിട്ടിയതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിന് സ്വതന്ത്രനായിട്ട് വിജയിക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ സ്വതന്ത്രനായിട്ട് ജയിക്കുക അത്ര കേരളത്തിൽ എവിടെയായാലും അത്ര എളുപ്പമല്ല. അന്ന് മുസ്ലിം വോട്ടുകൾ എൻ ബ്ലോക്കായിട്ട് കിട്ടുന്ന അറിയാമല്ലോ നമുക്ക്. SDP-യുടെയൊക്കെ സ്വാധീനം മേഖലകളിൽ അവർ പറഞ്ഞ വോട്ട് കിട്ടുന്നത് നല്ലപോലെ ഉണ്ട്. അങ്ങനെയുള്ള വോട്ടുകൾ മറിക്കാൻ കഴിവുള്ള ആൾക്കാർക്കാണ് വലിയ വിജയങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്ത് അത്തരത്തിൽ, കടകംപള്ളിക്ക് അത്തരത്തിൽ സ്വാധീനമുള്ള ഒരാളാണ്. കഴക്കൂട്ടം മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനെ അദ്ദേഹം തോൽപ്പിച്ചത് SDP-യുടെ പിന്തുണയുള്ള വോട്ട് അദ്ദേഹത്തിന് നല്ലപോലെ വന്നിട്ടുണ്ട് കാലത്ത്. അത് എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ ഒരു രഹസ്യം തന്നെയാണ്. അതുപോലെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പിടിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ആ ആളിന് വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാനും വിജയം നേടാനും. കഴക്കൂട്ടം സൂചിപ്പിച്ചത് കൊണ്ട് അപ്പോൾ കഴക്കൂട്ടത്ത് വീണ്ടും LDFന് തന്നെയാണോ സാധ്യത? കഴക്കൂട്ടത്ത് LDFന് സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കടകംപള്ളിയെ മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് പലരും അവിടെ നിൽപ്പുണ്ട്. പക്ഷെ കടകംപള്ളിയെ മത്സരിപ്പിച്ചാൽ
മറ്റ് മണ്ഡലങ്ങളിൽ അതെങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അത് മറ്റ് CPM സ്ഥാനാർത്ഥികൾക്ക്, മറ്റ് LDF സ്ഥാനാർത്ഥികൾക്ക് അതെങ്ങനെ ബാധിക്കും എന്നുള്ളത് കടകംപള്ളിക്ക് വിജയിക്കാൻ കഴിയും. കടകംപള്ളിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇത്തരത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിലും കുറേ ഭൂരിപക്ഷ വിഭാഗങ്ങളിലും അദ്ദേഹത്തിനുള്ള വേര് ശക്തമാണ്. പക്ഷേ ഈ അയ്യപ്പ സ്വർണ്ണക്കൊള്ളയിൽ ഒരു പുകമറ വന്നിരിക്കുന്നതുകൊണ്ട് അതിൽ കുറച്ച് ഇമേജിന് പ്രശ്നങ്ങളുണ്ട്. അത് ഭൂരിപക്ഷ വോട്ടുകൾ എത്രത്തോളം പുറകോട്ട് പോകും എന്നുള്ളതും പാർട്ടിയെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ ഇപ്പോഴും പാർട്ടി കാൻഡിഡേറ്റ് നിശ്ചയിക്കുന്നതിൽ ഒരാളായിട്ട് കടകംപള്ളിയെ തന്നെ ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ് രസകരമായ കാര്യം. ഈ കോട്ടയത്ത് വിജയിക്കാമെന്ന് അവർ പ്രതീക്ഷിക്കുമ്പോഴും നാം പരിശോധിക്കുകയാണെങ്കിൽ ഈ ക്രൈസ്തവ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട അവർ ക്രൈസ്തവ ഔട്ട്റീച്ച്, ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഉൾപ്പെടെയുള്ള പരിപാടികൾ പരാജയമാണെന്ന് കണക്ക് കൂട്ടുമ്പോൾ എങ്ങനെ ഇവർക്ക് വിജയിക്കാൻ കഴിയും? ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പൂർണ്ണമായും പരാജയമെന്ന് പറയാൻ പറ്റില്ല. കാരണം അന്നത്തെ LDFൻ്റെ എതിരായിട്ടുള്ള വോട്ട് അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്നുള്ള രീതിയിലും കൂടുതലായിട്ട് ക്രിസ്ത്യൻ വോട്ടുകൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കാക്കുന്നത്. അത് BJP പ്രേമം അല്ലെങ്കിൽ BJPയോടുള്ള അനുഭാവം അല്പം പോലും അതിൽ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അത് പൂർണ്ണമായും LDF വിരുദ്ധതയ്ക്ക്, ഭരണവിരുദ്ധതയ്ക്ക് പോയി എന്നുള്ളതാണ് നിഗമനം. മികച്ച സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ ഒരുപക്ഷെ ആൾക്കാരിൽ മാറ്റി ചിന്തിക്കാൻ ഇടയുണ്ട്. നമ്മൾ അറിയാമല്ലോ, ഇലക്ഷന് മുമ്പുള്ള സുരേഷ് ഗോപി ഇമേജ് ക്രിസ്ത്യൻ വോട്ടുകൾ വളരെ ഗണ്യമായിട്ട് നേടുന്നതിന് അദ്ദേഹത്തിന് സഹായിച്ചു. ഇലക്ഷന് ശേഷം പിക്ചർ കുറേ മാറി, പക്ഷേ ഇലക്ഷന് മുമ്പുള്ള ഇമേജ് സുരേഷ് ഗോപിക്ക് അനുകൂലമായിരുന്നു. ക്രിസ്ത്യൻ വോട്ടുകൾ നല്ല രീതിയിൽ അവിടെ സുരേഷ് ഗോപി കിട്ടിയിട്ടുണ്ട്. അതുപോലെ നിർണായകമായ ചില സ്ഥാനാർത്ഥികൾ വന്നാൽ ചില വോട്ടുകൾ മാറി മറിഞ്ഞേക്കാം. അത് ഒരു പരീക്ഷണശാലയായിട്ടാണ് ഇപ്പോഴും BJP അവിടെ എടുത്തിരിക്കുന്നത്. അത് ഷോൺ ജോർജിനും കൂട്ടർക്കും അത് വളരെ തീക്ഷ്ണമായ ഒരു പരീക്ഷണം കൂടിയായിരിക്കും. ഈ കോട്ടയത്ത് നിന്ന് വ്യക്തമാകുമല്ലേ ആ വിജയം? കാരണം ഈ ക്രൈസ്തവ വോട്ടുകൾ BJPക്ക് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും കോട്ടയത്ത് വിജയം ഉറപ്പാണ്. തീർച്ചയായിട്ടും, അതൊരു സംശയമില്ല. കോട്ടയത്തിൻ്റെ ഒരു പ്രത്യേകത, കോട്ടയം എന്ന് പറയുന്നെങ്കിലും കോട്ടയത്ത് നായർ വോട്ടുകൾ, ഈഴവ വോട്ടുകളൊക്കെ പറഞ്ഞാൽ നിർണായകമാണ്. അപ്പോൾ അതുകൊണ്ട് ക്രൈസ്തവ വോട്ടുകളും നായർ ഈഴവ വോട്ടുകളും മിക്സ് ചെയ്ത് വരുമ്പോൾ അവിടുത്തെ ഇലക്ട്രൽ പൊളിറ്റിക്സ് ഇങ്ങനെ മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 2-3 മണ്ഡലങ്ങളിൽ ഈ ഷോൺ ജോർജ് അടക്കമുള്ള നേതാക്കൾ വലിയ രീതിയിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ട്. അത് സാധിച്ചിട്ടുണ്ടോ എന്നൊരു വിലയിരുത്തൽ കൂടുകയാകുമല്ലോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പരീക്ഷണശാലയാണ് കോട്ടയം. കോട്ടയത്ത് ഈ ഞാൻ പറഞ്ഞ മിക്സറുണ്ടല്ലോ, ക്രിസ്ത്യൻ, ഹിന്ദു, അതിൽ പ്രത്യേകിച്ച് നായർ ഈഴവ വോട്ടുകൾ കൂടി വരുമ്പോൾ അതിൻ്റെ ടേണിങ് എങ്ങനെയാണെന്നുള്ളത് വളരെ പ്രധാനമാണ്, നിർണായകമാണ്. പണ്ട് വർഷങ്ങൾക്ക് മുൻപേ NDAക്ക് അവിടെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ ലോക്സഭയിൽ. അത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് മൂവാറ്റുപുഴ നിന്നാണ്, കോട്ടയത്ത് നിന്നല്ല, മൂവാറ്റുപുഴ നിന്നാണ് ലോക്സഭയിലേക്ക് അത്തരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇത് PC തോമസിന്. അതുപോലെ ഇപ്പോൾ കോട്ടയത്ത് നിന്ന് അങ്ങനെ പാർലമെൻറ്റിലേക്കൊന്നും ജയിക്കാനുള്ള സാധ്യതകളില്ല. പക്ഷേ നിയമസഭകളിൽ 1-2 എണ്ണത്തിൽ ഒരു മാറ്റി വയ്ക്കാനുള്ള അവസരമുണ്ട്. 50,000-ന് മേൽ, ഏതാണ്ട് 55,000 വോട്ട് വരെയൊക്കെ പിടിക്കുകയാണെങ്കിൽ ത്രികോണ മത്സരം അവിടെ ശക്തമായി വരികയും 1-2 സ്ഥാനാർത്ഥികൾ ജയിക്കാനുള്ളൊരു സാധ്യത ഉണ്ടാവുകയും ചെയ്യാം. അതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണം ഷോൺ ജോർജിന് ഒരു അഗ്നി പരീക്ഷണം കൂടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.